ഗസ്റ്റ് വരുമ്പോഴൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പിൽ ഒരു ചിക്കൻ റെസിപ്പി കണ്ടു നോക്കിയാലോ ഇന്ന്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചില്ലി ചിക്കനാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ. 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഓവർ വലുപ്പം പാടില്ല, ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ വീതം വിനാഗിരിയും സോയാ സോസും ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലത്തെ ചൈനീസ് റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിലാറെ ബെറ്റർ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ വെജിറ്റബിൾ ഓയിലാട്ടോ ഒന്നുകൂടെ നല്ലത്. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ പൊരിച്ചെടുക്കാം. ഇത് അങ്ങനെ ഓയിലിൽ മസാല പിടിക്കുന്ന പേടിയൊന്നുമില്ല, മുട്ടയും കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിത് 2-3 ബാച്ചായിട്ടാട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് പൊരിച്ചെടുത്ത ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ വേറൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കോ കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്നും ഓവറായിട്ട് വഴന്ന് വരണ്ട കേട്ടോ. ഇതിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ, ചില്ലി ചിക്കൻ റെഡിയാക്കി വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അതിൽ കാണണം, വഴന്ന് പോവരുത്. അപ്പോൾ അതാ ഇതുപോലെ അതും ചേർത്തിട്ട് അതും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വേണ്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിലൊന്നും ഇട്ട് കൊടുക്കരുത്, ഹൈ ഫ്ലെയിമിൽ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 2 ടീസ്പൂണ് സോയാ സോസും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒക്കെ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഒരുപാട് ഗ്രേവിയിലൊന്നും അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഇതൊക്കെ ഈ ഒരു രീതിയിൽ തിക്നെസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 2 മിനിറ്റ് നേരം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ചിക്കനിലൊക്കെ നന്നായിട്ട് എല്ലാം ഒന്ന് കോട്ടായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഈ ഒരു ടൈമിൽ തന്നെ ഇത് സെർവ് ചെയ്യണം കേട്ടോ. ഒരുപാട് സമയം വെച്ച് തണുത്തതിന് ശേഷമൊക്കെ സെർവ് ചെയ്യുന്നതിലേറെ ഒന്നുകൂടെ നല്ല ടേസ്റ്റിൽ കഴിക്കുക ഈ ഒരു ടൈമിൽ. ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ കഴിക്കുമ്പോഴാണ് കേട്ടോ. എങ്ങനെ തണുത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ്, എന്നാലും ഈ രീതിയിൽ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. എന്നാലേ കറക്റ്റ് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ സംഭവം സെറ്റാണ്. പിന്നെ നമുക്ക് സെർവ് ചെയ്യണ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. സെർവ് ചെയ്യാം, നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ വെളുത്ത എള്ളും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമുള്ള ഒരു കാര്യമല്ല കേട്ടോ ഇത്. അപ്പോൾ ഇത് കൂടെ ചെയ്ത് ഞാനത് ഫ്രൈഡ് റൈസിക്കാണ് കോമ്പിനേഷനാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാതെ നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല കളറിൽ കിട്ടുന്നത് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാട്ടോ, നമ്മൾ കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.